വെൽക്കം ടു മെട്രിക്സ് അക്കാഡമി ഫോർ സിവിൽ എഞ്ചിനീയറിംഗ്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോകാഡിൽ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് വൈപ്പ് ഔട്ട്. ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ 3 വിൻഡോയുടെ ടെംപ്ലേറ്റുകൾ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ടെംപ്ലേറ്റിനെയും ബ്ലോക്കാക്കി മാറ്റണം. ഇതിനെയും ഓരോ ബ്ലോക്കാക്കി മാറ്റണം. അപ്പോൾ ബ്ലോക്കാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബി അടിക്കുന്നു, എൻ്റർ. ഇതിന് പേര് പറഞ്ഞു കൊടുക്കുന്നു, വെന്റിലേറ്റർ. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു, അതിൻ്റെ പിക്ക് പോയിൻ്റ് പറഞ്ഞു കൊടുക്കുന്നു. ഞാനിവിടെ സെൻറ്ററാണ് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾക്ക് അത് ഏത് കോർണർ വേണമെങ്കിലും പറഞ്ഞു കൊടുക്കാം. ഞാനതിന് സെൻറ്റർ പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം ഓക്കെ. അപ്പോൾ അതൊരു ബ്ലോക്കായി മാറി. ഇനി അടുത്തതിനെ ബ്ലോക്കാക്കുന്നു. വിൻഡോ W2 select pick point. ഓക്കെ. അടുത്തതിന് ബി എൻ്റർ, വിൻഡോ W3 സെലക്ട് ഒബ്ജക്റ്റ്, സെലക്ട് ഓക്കെ. അപ്പോൾ ഞാനിതിനെ 3 ബ്ലോക്കാക്കി മാറ്റിയിരിക്കുകയാണ്. ഇനി ഞാനിതിൽ ബ്ലോക്ക് എഡിറ്ററിലേക്ക് പോകുന്നു, സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ബട്ടൺ അടിക്കുന്നു, ബ്ലോക്ക് എഡിറ്റർ. ഇനി ഇവിടെ വെച്ച് ഇതിനെ വൈപ്പ് ഔട്ട് ചെയ്യുന്നു. വൈപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വൈപ്പ് ഔട്ട് എന്ന് ടൈപ്പ് ചെയ്യുന്നു, WIP. ഇവിടെ കാണാം നിങ്ങൾക്ക് വൈപ്പ് ഔട്ട്. ഇത് സെലക്ട് ചെയ്യുക. ഇവിടെ പറയുന്നുണ്ടാവും സ്പെസിഫൈ ഫസ്റ്റ് പോയിൻ്റ്, അതായത് നമ്മൾക്ക് ഇതിന് ഈ ഭാഗം മൊത്തമായിട്ടാണ് വൈപ്പ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പോയിൻ്റ് ഞാനിവിടെ പറഞ്ഞു കൊടുക്കുന്നു, രണ്ടാമത്തെ പോയിൻ്റ്, മൂന്നാമത്തെ പോയിൻ്റ്, 4, 5. എൻ്റർ ചെയ്യാം. ക്ലോസ് ചെയ്ത ശേഷം എൻ്റർ ചെയ്യാം. അപ്പോൾ അത് വൈപ്പ് ഔട്ട് ആയിപ്പോയി. ഇനി ഒബ്ജക്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഈ വൈപ്പ് ഔട്ട് റെക്റ്റാങ്കിൾ, അതായത് ഈ വൈപ്പ് ഔട്ട് പൊസിഷനെ നമ്മൾ എന്ത് ചെയ്യണം, ബാക്ക്വേർഡിൽ മാറ്റണം. അപ്പോൾ ബാക്ക്വേർഡിലേക്ക് മാറ്റണം. ഇത് സെലക്ട് ചെയ്യുക, റൈറ്റ് ബട്ടൺ അടിക്കുക, ഡ്രോ ഓർഡർ, സെൻഡ് ടു ബാക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അത് ബാക്കിലേക്ക് മാറിക്കഴിഞ്ഞു. മനസ്സിലായല്ലോ? ഇത് ക്ലോസ് ചെയ്യാം, സേവ് ചെയ്യാം. അതിനുശേഷം അടുത്തത് സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ബട്ടൺ അടിക്കുന്നു, ബ്ലോക്ക് എഡിറ്റർ, വൈപ്പ് ഔട്ട് സെലക്ട് ചെയ്യുന്നു, WI വൈപ്പ് ഔട്ട് സെലക്ട് ചെയ്യുന്നു. ഫസ്റ്റ് പോയിൻ്റ് പറഞ്ഞു കൊടുക്കുന്നു, സെക്കൻഡ് പോയിൻ്റ്, തേർഡ് പോയിൻ്റ്, ഫോർത്ത്, ക്ലോസ് ചെയ്യുന്നു, എൻ്റർ പ്രസ് ചെയ്യുന്നു. ഈ വൈപ്പ് ഔട്ടിനെ സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ബട്ടൺ അടിക്കുന്നു, ഡ്രോ ഓർഡർ, സെൻഡ് ടു ബാക്ക്, ക്ലോസ് എഡിറ്റർ, സേവ്. മൂന്നാമത്തെയും അതുപോലെ തന്നെ ചെയ്യാം. സെലക്ട് ചെയ്യുക, റൈറ്റ് ബട്ടൺ അടിക്കുക, ബ്ലോക്ക് എഡിറ്റർ, വൈപ്പ് ഔട്ട്, WI, എൻ്റർ. ഫസ്റ്റ് പോയിൻ്റ്, സെക്കൻഡ് പോയിൻ്റ്, തേർഡ്, ഫോർത്ത്, അതുപോലെ തന്നെ ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. സെലക്ട് ചെയ്യുക, റൈറ്റ് ബട്ടൺ അടിക്കുക, ഡ്രോ ഓർഡർ, സെൻഡ് ടു ബാക്ക്, സേവ് ചെയ്യാം. ഓക്കെ. ഇനി ഞാൻ ഇതിനെ എടുത്തിട്ട് പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ W3 എന്ന് പറഞ്ഞ ഈ വിൻഡോ എടുക്കുന്നു. ഇതിനെനിക്ക് ഇതിൻ്റെ പോയിൻ്റ് സെലക്ട് ചെയ്ത് ഇവിടെ പ്ലേസ് ചെയ്യണം. കണ്ടോ, അത് വൈപ്പ് ഔട്ടായി പോകുന്നുണ്ടോ ഈ ഏരിയ? അതായത് നമ്മൾ ഇതേ ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിന് മുകളിൽ വെക്കുന്ന സമയത്ത് ആ ഒബ്ജക്റ്റിന് കീഴിലുള്ള ഭാഗങ്ങളെല്ലാം വൈപ്പ് ഔട്ടായി പോകും. ഇതെടുക്കുന്നു, ഇതിന് താഴെ വെക്കുന്നു. വെന്റിലേഷൻ്റെ ഇതെടുക്കുന്നു. ഇവിടെയാണ് എനിക്ക് വെന്റിലേഷൻ വേണ്ടത്. ഇതിനെ ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്നു. കറക്റ്റ് പ്ലേസ് ചെയ്യുന്നു. ഇനി എനിക്ക് ബ്ലോക്ക് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ I പ്രസ് ചെയ്യാം, എൻ്റർ. പക്ഷേ ഏത് ബ്ലോക്കാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ബ്ലോക്ക് സെലക്ട് ചെയ്യാം. അത് ഏത് ആംഗിളാണ് വേണ്ടത് ആ ആംഗിൾ കൊടുക്കുക. അതിനുശേഷം ഓക്കെ, പൊസിഷൻ പറഞ്ഞു കൊടുക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള യൂസ്ഫുൾ ടിപ്സിന് വേണ്ടി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.